ഓക്കെ, അപ്പം യുക്രൈൻ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് യുക്രൈൻ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം. അത് യുക്രൈൻ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കി റഷ്യ. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്റർനാഷണൽ തലത്തിൽ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ, യുക്രൈൻ റഷ്യ. അപ്പം യുക്രൈൻ്റെ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ. പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ക്രൂയിസ് മിസൈൽ ആക്രമണം. 93 മിസൈലുകളും 200-ലധികം ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ഓക്കെ, അപ്പം 93 മിസൈലുകളും 200-ലധികം ഡ്രോണുകളും ഉപയോഗിച്ചിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നത്. അപ്പോൾ 81 മിസൈലുകൾ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതായും അദ്ദേഹം അവകാശപ്പെട്ടു. റഷ്യൻ ആക്രമണത്തിൽ ഹൈപ്പർസോണിക് കിൻസാൻ മിസൈലുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് യുക്രൈൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സമീപ മാസങ്ങളിലും യുക്രൈൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായെന്നാണ് ഇവാനോ ഫ്രാങ്കിവ്സ്ക് മേഖല ഗവർണർ സ്വിറ്റ്ലാന ഓനിഷ്ചുക് പറഞ്ഞത്. ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ആക്രമണമാണ് പ്രദേശത്തുണ്ടായത്. അപ്പോൾ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ആളഭയം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളഭയമൊന്നും ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പം 3 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ യുക്രൈൻ്റെ ഊർജ്ജോൽപാദന ശേഷിയുടെ പകുതിയോളം നശിച്ചു. അപ്പം 3 വർഷമായിട്ട് ഇപ്പോൾ അവരുടെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും ഇവരുടെ പകുതിയോളം ഊർജ്ജോൽപാദന ശേഷിയുടെ പകുതിയോളം ഇപ്പം നശിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്രമണങ്ങളിൽ തകർന്ന പവർ പ്ലാന്റുകളിൽ പലതും ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അപ്പോൾ ഈ ആക്രമണങ്ങളിലെല്ലാം തകർന്നിട്ടുള്ള പവർ പ്ലാന്റുകളിലും ഒന്നും തന്നെ പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനിടെ യുക്രൈൻ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നും യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കണമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ മുന്നറിയിപ്പ് നൽകി. അപ്പം യുക്രൈനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ യുക്രൈൻ പിന്തുണ നൽകിയതിനാൽ യൂറോപ്യൻ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ യുക്രൈന് $500 മില്യൺ മൂല്യമുള്ള ആയുധ സഹായ പാക്കേജ് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യുദ്ധം അവർക്കതൊരു പുതിയ കാര്യമല്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യുക്രൈന്റെ ഊർജ്ജ ശൃംഖലയ്ക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത്. ആളഭയൊന്നും ഇല്ലെന്നാണ് റിപ്പോർട്ട്. പക്ഷെ നമുക്കറിയത്തില്ല ആളഭയം റിപ്പോർട്ട് ചെയ്യുന്നതിലും എത്രമാത്രം ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ഇപ്പൊ ഊർജ്ജോൽപാദന ശേഷിയുടെ പകുതിയോളം നശിച്ചു. പിന്നെ പ്ലാന്റുകളൊക്കെ ആണെങ്കിലും നശിക്കപ്പെട്ടതൊന്നും പുനഃസ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം 3 വർഷത്തോളമായിട്ട് ഇപ്പൊ അവിടെ യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെന്താണെങ്കിലും നമുക്ക് നടപടി ഉണ്ടാകാൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്.